വെൽക്കം ബാക്ക് ടു ഗ്രൂപ്പ് സ്റ്റഡി കോർണർ. ഇന്ന് നമുക്ക് കുറച്ച് കൺവേർഷൻസ് നോക്കാം. സോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിനെ കുറച്ച് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണം. എന്താണ് ബൈനറി നമ്പർ സിസ്റ്റം? ഒരു ബൈനറി നമ്പർ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്പർ സിസ്റ്റം വിച്ച് ഹാവ് ഓൺലി സീറോസ് ആൻഡ് വൺസ്, സീറോസും വൺസും മാത്രമുള്ള ഒരു നമ്പർ സിസ്റ്റത്തിന് നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയാം. ഈ ബൈനറി നമ്പേഴ്സ് ആർ റെപ്രസെൻറ്റഡ് വിത്ത് 2 അറ്റ് ദർ ബേസിൽ 2 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമുക്ക് ബൈനറി നമ്പേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമ്മൾ ഈ 100 110 ബേസിൽ നമ്മൾ 2 കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ബൈനറി നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി ഒക്ടൽ നമ്പർ സിസ്റ്റം, ബേസ് 8 യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഈ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഏതൊരു നമ്പറും ബേസ് 8 യൂസ് ചെയ്യുന്ന ഏതൊരു നമ്പറിനെ നമുക്ക് ഒക്ടൽ നമ്പർ എന്ന് പറയാം. എക്സാമ്പിളായിട്ട് ഈ 24 ബ്രാക്കറ്റിന് ശേഷം ബേസിൽ 8 എഴുതിയാൽ അതൊരു ഒക്ടൽ നമ്പറാണ്. നെക്സ്റ്റ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഈ ഹെക്സാഡെസിമലിന് ഓൾസോ ബേസ് 16 അല്ലെങ്കിൽ ഹെക്സ് എന്നും അറിയപ്പെടും. ഈ നമ്പർ സിസ്റ്റം ബേസിക്കലി 16 സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. 0 മുതൽ 9 വരെയും എ മുതൽ എഫ് വരെയാണ് യൂസ് ചെയ്യുന്നത്. ഈ 16 സിമ്പിൾസ് ആണ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. വേറെ എ ടു എഫ് എന്ന് പറയുന്നത് 10 to 15നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ഡെസിമൽ നമ്പർ സിസ്റ്റം? ഈ 10 ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓൾസോ ഈ ഡെസിമൽ ഫ്രാക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഡോട്ട്സ് അല്ലെങ്കിൽ ഡെസിമൽ പോയിൻറ്റ്സും യൂസ് ചെയ്യും. സോ ഇതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് 31.75 നമ്മൾ 10 ബേസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഒരു ഡെസിമൽ നമ്പർ ആയിട്ട് കണക്കാക്കാം. സോ നെക്സ്റ്റ് നമുക്ക് കൺവേർഷനിലോട്ട് പോവാം. ബൈനറി, ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമലിനെ എങ്ങനെ ഡെസിമൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്. ഇത് ബേസ് 2 ആണ്. ബൈനറി നമ്പർ തന്നിട്ടുണ്ട്. അതിനെ ഡെസിമൽ എങ്ങനെ ആക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഡെസിമൽ പോയിൻറ്റിന് ശേഷമുള്ള നമ്പേഴ്സിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഈ ഡിജിറ്റ്സിനെ ഓരോ ഡിജിറ്റ്സിൻ്റെയും പൊസിഷൻ എഴുതുക. ഈ ഡെസിമലിന് ശേഷമുള്ള ഡിജിറ്റ്സിന് -1 -2 -3 എന്ന് എഴുതുക. അതിന് ഡെസിമലിന് മുമ്പുള്ളതിന് 0 1 2 3 എത്ര ഡിജിറ്റ്സ് ഉണ്ടോ അത്രയും ഡിജിറ്റ്സ് ആയിട്ട് എഴുതുക. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഡിജിറ്റ് എഴുതുക 1 ഇൻറ്റു ഈ ബൈനറി നമ്പറിൻ്റെ ബേസ് എന്താ 2. സോ 2 raised to ആ 1ൻ്റെ പൊസിഷൻ എന്താ 5. 1 ഇൻറ്റു 2 raised to 5 പ്ലസ് നെക്സ്റ്റ് 1 ഇൻറ്റു ബേസ് എന്താ 2 raised to ആ 1ൻ്റെ പൊസിഷൻ എന്താ 4. 1 ഇൻറ്റു 2 raised to 4 പ്ലസ് നെക്സ്റ്റ് ഡിജിറ്റ് 0 ഇൻറ്റു ബേസ് എന്താ 2 raised to ആ പൊസിഷൻ എന്താ 2 raised to 3 പ്ലസ് നെക്സ്റ്റ് ഡിജിറ്റ് 0 ഇൻറ്റു ബേസ് 2 raised to ആ ഡിജിറ്റിൻ്റെ പൊസിഷൻ 2 raised to 2 പ്ലസ് നെക്സ്റ്റ് ഡിജിറ്റ് എന്താ 1 ഇൻറ്റു ബേസ് 2 raised to അതിൻ്റെ പൊസിഷൻ എന്താ 1 ഇൻറ്റു 2 raised to 1 പ്ലസ് അടുത്ത ഡിജിറ്റ് എന്താ 1 ഇൻറ്റു ബേസ് 2 raised to അതിൻ്റെ പൊസിഷൻ 1 ഇൻറ്റു 2 raised to 0 പ്ലസ് ഇനി അടുത്ത ഡെസിമലിന് ശേഷമുള്ളത് സ്റ്റാർട്ട് ചെയ്യാം. 1 ഇൻറ്റു ബേസ് 2 raised to അതിൻ്റെ പൊസിഷൻ -1 ഇൻറ്റു 2 raised to -1 പ്ലസ് നെക്സ്റ്റ് ഡിജിറ്റ് 1 ഇൻറ്റു ബേസ് 2 raised to അതിൻ്റെ പൊസിഷൻ -2 പ്ലസ് നെക്സ്റ്റ് 0 ഇൻറ്റു ബേസ് 2 raised to അതിൻ്റെ പൊസിഷൻ -3. സോ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 51.75. അത് ഡെസിമലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ 10 ബേസിൽ എഴുതാം, അല്ലെങ്കിൽ ഡി എന്ന് എഴുതാം, അല്ലെങ്കിൽ വെറുതെ 51.75 എന്ന് എഴുതാനും മതി. നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിളിലോട്ട് പോവാം. 375 ബേസിൽ 8. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു ഒക്ടലാണ്. ഒക്ടലിനെ നമ്മൾ ഡെസിമലിലോട്ട് മാറ്റണം. അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് സെയിം തന്നെയാണ്. ആദ്യം പൊസിഷൻ എഴുതുക. 0 1 2 എത്ര എണ്ണം ഉണ്ട് അത് കൗണ്ട് ചെയ്ത് എഴുതുക. 0 1 2. ഈ ഒക്ടലിൻ്റെ ബേസ് എന്താ 8. സോ നമ്മൾ എഴുതേണ്ടത് ഫസ്റ്റ് 3 ഇൻറ്റു അതിൻ്റെ ബേസ് 8 raised to എന്താ 3യുടെ പൊസിഷൻ 8 raised to 2 പ്ലസ് നെക്സ്റ്റ് ഡിജിറ്റ് 5 ഇൻറ്റു ബേസ് എന്താ 8 raised to ആ പൊസിഷൻ 1 പ്ലസ് നെക്സ്റ്റ് 7 ഇൻറ്റു ബേസ് 8 raised to ആ 7ൻ്റെ പൊസിഷൻ 0. സോ നമുക്ക് ആൻസർ കിട്ടും 239. നമ്മൾ ഡെസിമൽ എന്ന് കാണിക്കാൻ 10 അല്ലെങ്കിൽ ഡി അല്ലെങ്കിൽ 239 എന്ന് എഴുതിയാലും മതി. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 306.16 ബേസിൽ കാണുമ്പോൾ നമുക്കറിയാം അത് ഹെക്സാഡെസിമലാണെന്ന്. അപ്പോൾ ഈ ഹെക്സാഡെസിമലിനെ എങ്ങനെ ഡെസിമലാക്കാം?
സെയിം സ്റ്റെപ്പാണ്. ഫസ്റ്റ് നമുക്ക് പൊസിഷൻ, ഓരോ ഡിജിറ്റിൻ്റെ പൊസിഷൻ എഴുതാം. 0 1 2 ഡെസിമൽ കഴിഞ്ഞിട്ട് അങ്ങോട്ടാണ് -1. ഇപ്പം എത്ര ഡിജിറ്റ്സ് ഉണ്ടോ അത്ര എഴുതാം. -1 -2 ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് -1. ഫസ്റ്റ് ഡിജിറ്റ് എഴുതുക. 3 ഇൻറ്റു ഹെക്സാഡെസിമലിൻ്റെ ബേസ് എന്താ 16 റേസ് ടു 3യുടെ പൊസിഷൻ എന്താ 2 പ്ലസ് നെക്സ്റ്റ് 0 ഇൻറ്റു ബേസ് എന്താ 16 അതിൻ്റെ പൊസിഷൻ എന്താ 1 16 റേസ് ടു 1 പ്ലസ് അടുത്ത ഡിജിറ്റ് 6 ഇൻറ്റു ബേസ് എന്താ 16 റേസ് ടു ആ 6ൻ്റെ പൊസിഷൻ 0 പ്ലസ് ഇനി ഡി എന്ന് വെച്ചാൽ ഹെക്സാഡെസിമലിൽ ഡി 13 കറസ്പോണ്ടിങ് ആണ്. സോ 13 ഇൻറ്റു ബേസ് 16 റേസ് ടു -1. സോ നമുക്ക് ആൻസർ കിട്ടും 774.8125. ബ്രാക്കറ്റ് ഇടുക, അതിന് ഡെസിമൽ എന്ന് സൂചിപ്പിക്കാൻ 10 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം, ഡി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിജിറ്റ് മാത്രം ഇങ്ങനെ എഴുതിയാലും മതി. നെക്സ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിളൂടെ നോക്കാം. ഈ ഒരു ഡിജിറ്റിനെ ഡെസിമലിലോട്ട് മാറ്റാം. നമുക്ക് ബേസ് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ഒക്ടലാണ്. ഒക്ടലിനെ ഡെസിമലിലോട്ട് മാറ്റണം. എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ആ ഡിജിറ്റ് നമ്പർ ചെയ്യുക. ഇവിടെ ഡെസിമലിന് മുമ്പായിട്ടുള്ള നമ്പർ ചെയ്യുക 0 1 2, ഡെസിമലിന് ശേഷം -1 -2. ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ഡിജിറ്റ് ചെയ്ത 2 ഇൻറ്റു ബേസ് എന്താ 8 റേസ് ടു ആ 2 ഡിജിറ്റിൻ്റെ പൊസിഷൻ 2 8 റേസ് ടു 2 പ്ലസ് നെക്സ്റ്റ് 3 ഇൻറ്റു ബേസ് എന്താ 8 റേസ് ടു ആ 3യുടെ പൊസിഷൻ എന്താ 1 8 റേസ് ടു 1 പ്ലസ് നെക്സ്റ്റ് ഡിജിറ്റ് 7 ഇൻറ്റു ബേസ് എന്താ 8 റേസ് ടു 0 7ൻ്റെ പൊസിഷൻ 0 8 റേസ് ടു 0 പ്ലസ് ഇനി അടുത്തത് ഡെസിമലിന് ശേഷമുള്ള ഡിജിറ്റ് തുടങ്ങുക 0 ഇൻറ്റു ബേസ് എന്താ 8 റേസ് ടു അതിൻ്റെ പൊസിഷൻ -1 0 ഇൻറ്റു 8 റേസ് ടു -1 പ്ലസ് അടുത്തത് 4 ഇൻറ്റു 8 റേസ് ടു അതിൻ്റെ പൊസിഷൻ -2. സോ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അത് 10 വെച്ച് ബേസിൽ എഴുതി റെപ്രസെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെസിമലിനെ എങ്ങനെ ബൈനറി സിസ്റ്റത്തിലോട്ട് മാറ്റാം. നമുക്കൊരു ഡെസിമൽ തന്നിട്ടുണ്ട് 13.375. ഇതിനെ എങ്ങനെ ബൈനറിയിലോട്ട് മാറ്റാം? ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഡെസിമൽ പോയിൻ്റ് വരുന്നതിന് മുമ്പുള്ള ഡിജിറ്റ് എടുക്കുക 13. ആ 13നെ ബൈനറിയുടെ ബേസ് എന്താ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 13നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 കിട്ടും. റിമൈൻഡർ 1 ഇവിടെ എഴുതുക. ഇനി 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. റിമൈൻഡർ 0 എഴുതുക. 3യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. റിമൈൻഡർ 1 എഴുതുക. ഇനി 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 0 എഴുതുക. റിമൈൻഡർ 1 എഴുതുക. ഇനി നമുക്ക് ഈ 13ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഡിജിറ്റ്സ് എങ്ങനെ കിട്ടുക? താഴേന്ന് മുകളിലോട്ട് എടുക്കണം. 13ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഡിജിറ്റ് 1101. ഇനി ഡെസിമലിന് ശേഷമുള്ളത് എഴുതണം. 0.375 ആണ് ഡെസിമലിന് ശേഷമുള്ളത്. അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 0.375 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പം കിട്ടുന്നത് 0.75 ആണ്. ഈ പോയിൻറ്റിന് മുമ്പ് 0 ആണ്. അപ്പം 0 ഇവിടെ എഴുതുക, അതിന് ശേഷം 0.75 ഇവിടെ എഴുതുക. 0.75 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പം 1.5 കിട്ടും. 1 ഇവിടെ എഴുതുക, പോയിൻറ്റിന് ശേഷമുള്ള ഡിജിറ്റ് മാത്രം ഇവിടെ എഴുതുക. 0.5 അതിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പം 1 കിട്ടും. അപ്പം 1 ഇവിടെ എഴുതുക, 0 ഇവിടെ എഴുതുക. ഇനി നെക്സ്റ്റ് ആയിട്ട് ഫർദർ പ്രൊസീഡ് ചെയ്യേണ്ട കാര്യമില്ല, 0 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ 0.375ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഡിജിറ്റ് കിട്ടാൻ മുകളിൽ നിന്ന് താഴോട്ട്, ഇവിടെ താഴേന്ന് മുകളിലോട്ടാണ്, ഇവിടെ മുകളിൽ നിന്ന് താഴോട്ടാണ്. അതൊന്ന് ഓർമ്മയിൽ വെക്കണം. സോ നമുക്ക് കറസ്പോണ്ടിങ് ഈ 13.375ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെ കിട്ടും? ഇവിടുന്ന് താഴേന്ന് മുകളിലോട്ടാണ് 1101. ഇവിടെ ഡെസിമലിന് ശേഷമുള്ള ഡിജിറ്റ് മുകളിൽ നിന്ന് താഴോട്ടാണ് 011. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. 75.25. ഇതിനെങ്ങനെ ബൈനറിയിലോട്ട് മാറ്റും? ആദ്യം 75, ബൈനറിയുടെ ബേസ് എന്താ 2. 75നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 37 കിട്ടും. ബാലൻസ് റിമൈൻഡർ 1 ഇവിടെ എഴുതുക. 37നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 18, ബാലൻസ് 1 ഇവിടെ എഴുതുക. 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത 9, റിമൈൻഡർ ഇല്ല, ഇവിടെ 0 എഴുതുക. 9നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത 4, 1 ബാലൻസ് എഴുതുക. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത 2, ബാലൻസ് ഇല്ല, 0. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത 1, ബാലൻസ് ഇല്ല, 0. 1നെ 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അപ്പം ഇവിടെ 0 എഴുതിയിട്ട് ഇതിൻ്റെ ബാലൻസ് ഈ 1 ഇവിടെ എഴുതുക. സോ ഈ 75ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഡിജിറ്റ്സ് എന്താ? താഴേന്ന് മുകളിലോട്ട് 100 1011. ഇനി ഡെസിമലിന് ശേഷമുള്ള ഈ 0.25നെ എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഈ 0.25നെ എന്താ ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 0.5 കിട്ടും. 0 ഇവിടെ എഴുതുക, 0.5 ഇവിടെ എഴുതുക. 0.5നെ 2 കൊണ്ട് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, 1 കിട്ടും. 1 ഇവിടെ എഴുതുക, ഇവിടെ 0. സോ നമുക്ക് ഈ 0.25ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഡിജിറ്റ്സ് എങ്ങനെ കിട്ടും? മുകളിൽ നിന്ന് താഴോട്ട് 01. സോ ഫൈനൽ ആൻസർ നമുക്ക് 1001 011, ഡെസിമലിന് ശേഷം 01.
നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് കൺവേർഷൻ ഓഫ് ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ ടു ബൈനറി സിസ്റ്റം. ഒക്ടലിനെ ഹെക്സാഡെസിമലിനെ എങ്ങനെ ബൈനറി സിസ്റ്റത്തിലോട്ട് മാറ്റാം? സിമ്പിളാണ്, രണ്ടിനും രണ്ട് ചാർട്ട് പഠിക്കണം. ഒക്ടൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി, അതിന് ഒരു ചാർട്ടുണ്ട്, അത് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 000, 1 ആണെങ്കിൽ 001, 2 ആണെങ്കിൽ 010, 3011, 4100, 5101, 6 ആണെങ്കിൽ 110, 7 ആണെങ്കിൽ 111. അതുപോലെ തന്നെ ഹെക്സാഡെസിമലിനെ ബൈനറി കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ടേബിളുണ്ട്. ഇതിൽ നോക്കാൻ മനസ്സിലാവും 0 മുതൽ 9 വരെയാണ്, അതിനുശേഷം A മുതൽ F വരെയാണ്. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഡിയുടെ വാല്യൂ, സിയുടെ വാല്യൂ ഒക്കെ നമുക്ക് മനസ്സിലാവണം. ഈ A എന്ന് വെച്ചാൽ 10 ആണ്, B എന്ന് പറയുമ്പം 11 ആണ്, C 13, 14, 15, F എന്ന് പറയുമ്പോൾ 16 ആണ്. സോ നമ്മൾ ഈ ഒരു ചാർട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇവിടെ 0ക്ക് കറസ്പോണ്ടിങ് എന്താ? 0000, 10001, 20010, അങ്ങനെ F വരെ, F1111. അതുപോലെ ഈ ചാർട്ട് ബൈ ഹാർട്ട് ചെയ്യുക. ഇതിൻ്റെ പ്രോബ്ലം വരുമ്പോൾ സൈഡിലൊന്ന് ജസ്റ്റ് ഒന്ന് ചാർട്ട് പെട്ടെന്ന് എഴുതിയെടുക്കുക, എഴുതി വെച്ചിട്ട് നോക്കി ചെയ്യുക. അതാണ് കൂടുതൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഒരു എക്സാമ്പിൾ നോക്കാം. 472 ടു ബൈനറി. ഇതിൽ 8 റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന കാണപ്പോൾ ഞാൻ മനസ്സിലാവും ഇത് ഒക്ടൽ ടു ബൈനറി ആണ്. സോ സിമ്പിളാണ്. നമ്മൾ ഈ ചാർട്ട് നമുക്കറിയാമെങ്കിൽ ജസ്റ്റ് 4ൻ്റെ വാല്യൂ നോക്കുക. 4ൻ്റെ വാല്യൂ എന്താ? 100. 4ൻ്റെ വാല്യൂ 100. ഇനി 7ൻ്റെ വാല്യൂ 111, 7ൻ്റെ വാല്യൂ എഴുതി. 2ൻ്റെ വാല്യൂ 1010. സോ ബൈനറി നമ്മൾ എങ്ങനെ ബേസ് 2 വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. സിമ്പിളാണ്, ചാർട്ട് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ABF.136. ഈ ഹെക്സാഡെസിമലിനെ ബൈനറിയിലോട്ട് മാറ്റണം. സോ ചാർട്ട് നോക്കി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. എക്ക് കറസ്പോണ്ടിങ് എന്താ വാല്യൂ? 1010. ബിക്ക് കറസ്പോണ്ടിങ് എന്താ? 1011. എഫിന് കറസ്പോണ്ടിങ് എന്താ? 1111. ഇനി ഡെസിമൽ ഇടുക, അതിന് ശേഷമുള്ള ബാക്കി എഴുതുക. 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0001. 3ക്ക് കറസ്പോണ്ടിങ് എന്താ വരുന്നത്? 0011. 6ന് കറസ്പോണ്ടിങ് എന്താ വരുന്നത്? 0110. ബേസ് 2 എഴുതുക. സോ ഈസി ആയിട്ട് നമുക്ക് ഈ ചാർട്ട് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണമെന്നേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ പ്രോബ്ലംസ് വരുന്ന സമയത്ത് പെട്ടെന്നൊന്ന് സൈഡിൽ ജസ്റ്റ് ഈ ചാർട്ട് പെട്ടെന്ന് എഴുതിയിടുക, അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡെസിമൽ ടു ഒക്ടൽ. ഡെസിമലിനെ ഒക്ടലിലോട്ട് എങ്ങനെ മാറ്റാം എന്നാണ്. സിമ്പിളാണ്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ 266, അതിനെ ഒക്ടലിലോട്ട് മാറ്റണം. സോ ഒക്ടലിൻ്റെ ബേസ് എന്താ? 8 ആണ്. സോ നമ്മൾ ചെയ്യാനുള്ളത് 266നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 33, റിമൈൻഡർ 2. 33 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 4 കിട്ടും, റിമൈൻഡർ 1. 4നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 0. ആ ബാലൻസ് 4 ഇവിടെ എഴുതുക. നമുക്ക് വാല്യൂ എടുക്കുമ്പം താഴേന്ന് മുകളിലോട്ട്. ഇവിടെ ഒരു ഡെസിമൽ ഇല്ല, അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ പോർഷൻ മാത്രം ചെയ്താൽ മതി. താഴേന്ന് മുകളിലോട്ട് ഈ 266 എന്ന നമ്പറിന്, ഡെസിമൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ നമുക്ക് എന്ത് കിട്ടും? 412. O വെച്ചോ 8 വെച്ചോ ഒക്കെ നമുക്ക് ഒക്ടൽ സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിളൂടെ നോക്കാം. ഇവിടെ ഒരു ഡെസിമൽ വരുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. 261.45. ഇതിനെങ്ങനെ ഒക്ടലിലോട്ട് മാറ്റും? ആദ്യത്തെ സെക്ഷൻ, ഡെസിമലിന് മുമ്പുള്ള സെക്ഷൻ ഒക്ടലിൻ്റെ ബേസ് ആയിട്ടുള്ള 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 261നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 32 കിട്ടും, ബാലൻസ് 5. 32നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും, ബാലൻസ് 0. 4നെ 8 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 0. ഇവിടെ 4. സോ ഇവിടുത്തെ വാല്യൂ ഈ 261ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ വാല്യൂ എടുക്കാൻ വേണ്ടി താഴേന്ന് മുകളിലോട്ട് 405. ഇനി ഈ ഡെസിമലിന് ശേഷം വരുന്ന ഈ 0.45നെ എന്ത് ചെയ്യും? ഈ 0.45നെ ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് 3.6 കിട്ടും. 3 ഇവിടെ എഴുതണം. ഡെസിമലിന് ശേഷമുള്ള വാല്യൂ മാത്രം അടുത്ത മൾട്ടിപ്ലൈ ചെയ്യണം. 0.6 × 8. അപ്പോൾ നമുക്ക് 4.8 കിട്ടും. 4 ഇവിടെ എഴുതുക, 0.8 കൊണ്ട് 8നും പിന്നെയും മൾട്ടിപ്ലൈ ചെയ്യാം. 6.4 കിട്ടും. ഈ 0.4നെ പിന്നെയും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് പിന്നെയും ഇത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഒരു 3-4 വാല്യൂ മതി, അപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. ഇനി അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എഴുതാം. 261ൻ്റെ വാല്യൂ ഇങ്ങനെ താഴേന്ന് മുകളിലോട്ട് 405. ഇനി 0.45യുടെ വാല്യൂ മുകളിൽ നിന്ന് താഴോട്ട് 3463. ഒരു 4 ഡിജിറ്റ്സ് ഒക്കെ എഴുതിയാൽ മതി. സോ ഇതിൻ്റെ ബേസ് ഏതൊക്കെ മനസ്സിലാക്കുക. നമ്മൾ 8 കൊണ്ടാണോ അതോ 2 കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതി. സിമ്പിളായിട്ട് ചെയ്യാം. നെക്സ്റ്റ് നോക്കുന്നത് ബൈനറി നമ്പേഴ്സിനെ എങ്ങനെ ഒക്ടൽ നമ്പറിലോട്ടാക്കാം.
സോ നമുക്കൊരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്, അതിനെങ്ങനെ ഒക്ടലിലോട്ട് ആക്കാം എന്ന് നോക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഡെസിമലിൻ്റെ ഈ നമ്പർ എഴുതുക, ഈ ഡെസിമലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഡെസിമലിൽ നിന്ന് ഇങ്ങോട്ട് 3 ഡിജിറ്റ്സ് വെച്ച് സെപ്പറേറ്റ് ചെയ്യാം. 110, ഇവിടെ 011 കിട്ടിയില്ലേ, ഇവിടെ 101. ഇപ്പോൾ നമുക്ക് ഇവിടെ 2 ഡിജിറ്റേ ഉള്ളെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു 0 ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെയും 110, ഇവിടെ 110 കഴിഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് ഇനി അടുത്ത 10 ഉള്ളൂ. നമുക്ക് 3 ഡിജിറ്റായിട്ട് ആണ് ഡിവൈഡ് ചെയ്യാനുള്ളത്, അപ്പം ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഓൾറെഡി ആ ചാർട്ട് ബൈ ഹാർട്ട് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. 101 എന്ന് വെച്ചാൽ 5 ആണ്, 011 ആണെങ്കിൽ 3 ആണ്, 110 ആണെങ്കിൽ 6 ആണ്, 100 ആണെങ്കിൽ 4 ആണ്. സോ നമുക്ക് വാല്യൂ കിട്ടും 53.64. ഒരു എക്സാമ്പിളൂടെ നോക്കാം. നമുക്കൊരു ബൈനറി ഡിജിറ്റ് തന്നിട്ടുണ്ട്, അതിനെ ഒക്ടലിലോട്ട് മാറ്റണം. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് നമ്മൾ ഈ 3 ഡിജിറ്റ് വീതം സെപ്പറേറ്റ് ചെയ്യുക. ഇവിടെ 110 കിട്ടി, ഇവിടെ 0യും 1 ഉള്ളൂ, അപ്പോൾ ഇവിടെ ഒരു 0യും കൂടെ ഇട്ട് കൊടുക്കാം, 010. ഇനി ഡെസിമലിന് ശേഷമാണെങ്കിൽ 101, ഇവിടെ 3 എണ്ണം, അതിനെ സെപ്പറേറ്റ് ചെയ്യുക, 010. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റ്സ് നമുക്ക് ചാർട്ടിൽ നിന്ന് എഴുതാം. 010ക്ക് കറസ്പോണ്ടിങ് 2 ആണ്, 110ക്ക് കറസ്പോണ്ടിങ് 6 ആണ്, 101ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 5 ആണ്, 010ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 2 ആണ്. സോ നമുക്ക് ആൻസർ കിട്ടി 26.52. 8 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക ഒക്ടലിന്, അല്ലെങ്കിൽ O വെച്ചും റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹെക്സാഡെസിമലിനെ എങ്ങനെ ഒക്ടലിലോട്ട് മാറ്റാം. സോ ഹെക്സാഡെസിമലിൽ നമുക്കറിയാം എയും ബിയും 6, എ തൊട്ട് എഫ് വരെയാണ്, 1 മുതൽ 9 വരെയാണ് ഉള്ളത്. സോ എക്ക് കറസ്പോണ്ടിങ്, ബിക്ക് കറസ്പോണ്ടിങ് 6, 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമുക്കെല്ലാം അറിയാം. സോ ഫസ്റ്റ് നമ്മൾ ഈ ഒക്ടലിലോട്ട് മാറ്റാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഇതിനെ ബൈനറിയിലോട്ട് മാറ്റണം. ഈ എ ബി 6, 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഡിജിറ്റ്സ് നമുക്ക് ചാർട്ടിൽ നിന്ന് അറിയാം. എക്ക് കറസ്പോണ്ടിങ് എന്താ 1010 ആണ്, ബിക്ക് കറസ്പോണ്ടിങ് 1011 ആണ്, 6ന് കറസ്പോണ്ടിങ് 0110 ആണ്, 5ന് കറസ്പോണ്ടിങ് 0101 ആണ്. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഹെക്സാഡെസിമലിനെ ബൈനറി ഡിജിറ്റ്സിലോട്ട് മാറ്റുക, അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഈ ഡെസിമലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം, അതിനുശേഷം ഡെസിമലിൽ നിന്ന് ഇങ്ങോട്ടും സ്റ്റാർട്ട് ചെയ്യാം. ഈ ഡെസിമലിന് ശേഷം മുമ്പുള്ളതിന് 3 എണ്ണം വെച്ച് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 011 വന്നു, ഇവിടെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ 011 വന്നു, അടുത്ത 3 വെച്ച് സെപ്പറേറ്റ് ചെയ്താൽ 101 വന്നു, ഇവിടെ 10 ഉള്ളൂ, അപ്പം നമുക്ക് 3 വേണം, അപ്പോൾ ഇവിടെ ഒരു 0യും കൂടെ ഇട്ട് കൊടുക്കാം, 010, 101, 011. ഇനി അടുത്ത് ഇതിനെയും 3 കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുക, 011, 011. ഇനി അടുത്ത 001, 001. ഇനി 0യും 1 ഉള്ളൂ, അപ്പോൾ നമുക്ക് 3 വേണം, 3 ഡിജിറ്റ്സ് വേണം, അപ്പം ഒരു 0 ഇട്ട് കൊടുക്കുക, 010. ഇനി നമുക്ക് അറിയാം, ചാർട്ടിൽ നിന്ന് അറിയാം ഈ 010ക്ക് കറസ്പോണ്ടിങ് ഡിജിറ്റ് എന്താണ് 2, 101ന് കറസ്പോണ്ടിങ് എന്താ 5, 011ന് കറസ്പോണ്ടിങ് 3, 011ന് കറസ്പോണ്ടിങ് 3, 001ന് കറസ്പോണ്ടിങ് 1, 010ക്ക് കറസ്പോണ്ടിങ് എന്താ 2. സോ മൊത്തത്തിൽ ഈ AB.65 ഈ ഹെക്സാഡെസിമൽ നമ്പറിനെ നമ്മൾ എങ്ങനെ ഒക്ടലിലോട്ട് ലാസ്റ്റ് മാറ്റി 253.312 ഒക്ടലാണെന്ന് കാണിക്കാൻ 8 ബേസ് ആയിട്ട് എഴുതുക, അല്ലെങ്കിൽ O ബേസ് ആയിട്ട് എഴുതുക. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. IAF.36 ഈ ഹെക്സാഡെസിമലിനെ ഒക്ടലിലോട്ട് മാറ്റണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ബൈനറിയിലോട്ട് മാറ്റുക. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഡിജിറ്റ്സ്, ഐക്ക് കറസ്പോണ്ടിങ് എന്താ, എക്ക് കറസ്പോണ്ടിങ് നമുക്ക് ആ ടേബിളിൽ നിന്ന് ഈസി ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാം. ഇനി ആ ബൈനറി ഡിജിറ്റ്സിനെ 3 എണ്ണം വെച്ച് സെപ്പറേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ആ 3 എണ്ണം വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റ്സ് ചെയ്യുക. ഈ 00ക്ക് കറസ്പോണ്ടിങ് എന്താ 0, 110ക്ക് കറസ്പോണ്ടിങ് എന്താ 6, 101ന് കറസ്പോണ്ടിങ് 5, 111ന് കറസ്പോണ്ടിങ് 7, 001ന് കറസ്പോണ്ടിങ് 1, 101ന് കറസ്പോണ്ടിങ് 5, 100ക്ക് കറസ്പോണ്ടിങ് 4. സോ നമുക്ക് ആൻസർ എന്താ കിട്ടിയ 657.154. ഒക്ടലിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ബേസിൽ O എഴുതാം, അല്ലെങ്കിൽ 8 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ബേസിക്കലി ഈ കൺവേർഷൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ ബേസ് അറിഞ്ഞിരിക്കുക. ആ ബേസ് കറക്റ്റായിട്ട് എവിടെയാണ് 8 വെച്ചാണോ 2 വെച്ചാണോ 16 വെച്ചാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കുക. അത് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ടേബിൾ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന്
പെട്ടെന്നൊന്ന് എഴുതി വെച്ചിട്ട് അതിൽ നോക്കി ചെയ്യുക. അതാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. സോ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്